അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1198. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. عن أم سلمة رضي الله عنها قالت മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, استيقظ النبي صلى الله عليه وسلم ذات ليلة. ഒരു രാത്രിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണർന്നു. ഫഖാൽ, എന്നിട്ട് അവിടുന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അത്ഭുതം. മാദാ ഉൻസില ലൈലത മിനൽ ഫിതൻ. ഈ രാത്രിയിൽ എന്തൊരു ഫിത്നയാണ് ഇറക്കപ്പെട്ടത്, എത്ര ഫിത്നയാണ്, മുസീബത്തുകളാണ് ഈ രാത്രിയിൽ ഇറക്കപ്പെട്ടത്. വമാദാ ഫുതിഹ മിനൽ ഖസായിൻ. എത്ര അനുഗ്രഹങ്ങളാണ് ഈ രാത്രിയിൽ ഇറക്കപ്പെട്ടത്, തുറക്കപ്പെട്ടത്. അതുകൊണ്ടായിരിക്കും സ്വവാഹിബാത്തുൽ ഹുജർ, റൂമുകളിൽ ഉള്ള പത്നിമാരെ വിളിച്ചുണർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചത് അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഭാര്യമാരെയാണ്. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഇത് ബാധകമാണ്. രാത്രിയിൽ വിളിച്ചെല്ലാവരോടും നിസ്കരിക്കാൻ പറയുക. ഫറുബ്ബ കാസിയത്തിൻ ഫിദ് ദുനിയാ ആരിയത്തിൻ ഫിൽ ആഖിറ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, എത്ര എത്ര ദുനിയാവിൽ വസ്ത്രം ധരിക്കുന്നവരാണ്, ആഖിറത്തിൽ അവർ നഗ്നരാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ ഹദീസിനുണ്ട്. ദുനിയാവിൽ കാഴ്ചയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ അവർ അവിടുത്തെ പൂർണ്ണമായി മറച്ചിട്ടില്ല. അവർ ആഖിറത്തിൽ നഗ്നരായ നിലക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ദുനിയാവിൽ അവർ വസ്ത്രം ധരിച്ചവരാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവരേറെ കൈപ്പറ്റിയിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനവർ ശുക്ർ ചെയ്തിട്ടില്ല. അവർ ആഖിറത്തിൽ നഗ്നന്മാരാണ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നൽകുന്നത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം. നിസ്കാരം ആഫത്ത് മുസീബത്തുകളെ തടുക്കും. താൻ രാത്രിയിൽ ഒരുപാട് മുസീബത്തുകളെ ഇറങ്ങിയിട്ടുണ്ട്, വിളിച്ചുണർത്തി നിസ്കരിക്കാൻ പറയുന്നു. ആ നിസ്കാരം കാരണം അല്ലാഹു ഇറക്കുന്ന ഒരുപാട് ഫിത്നകളെ തടുക്കപ്പെടും. ഒരുപാട് റഹ്മത്തുകൾ ലഭിക്കാൻ അത് കാരണമാണ്. നിസ്കാരത്തിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കും, പ്രയാസങ്ങളും വിഷമങ്ങളും തടുക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മുത്തഖീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.